ദില്ലി തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഈ മാസം 17 വരെയാണ്. തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-നും വോട്ടെണ്ണൽ ഫെബ്രുവരി 8-നും നടക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സ്വാതി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സ്വാതി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫെബ്രുവരി 5-ന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ദില്ലി തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 5-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതായത് വോട്ടെടുപ്പ് ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 5-ആണ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-നായിരിക്കും നടക്കുക. ഒറ്റഘട്ടമായാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ ജനുവരി 17 വരെ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതി ജനുവരി 17-ആണ്. പത്രിക പിൻവലിക്കാനുള്ള തീയതി ജനുവരി 20-ആണ്. അതോടൊപ്പം പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ജനുവരി 18-നായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഈ പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ പോളിംഗ് നടക്കുക. ദില്ലിയിൽ മൊത്തം 1.55 കോടി വോട്ടർമാരാണുള്ളത്. 13,033 പോളിംഗ് സ്റ്റേഷനുകൾ ഈ ദില്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. 2.08 ലക്ഷം പുതിയ വോട്ടർമാർ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ ശക്തമായ പ്രചരണം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് മുന്നേ തന്നെ പാർട്ടികൾ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ദില്ലിയിൽ ഫെബ്രുവരി 5-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ വലിയ ഒരു ആവേശ പോരാട്ടം അല്ലെങ്കിൽ ഒരു പ്രചരണ ചൂടൊക്കെയും ഇനിയുള്ള ഘട്ടങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല ആം ആദ്മി പാർട്ടി മൂന്നാമതും ഭരണത്തിൽ എത്തുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ദേശീയ നേതാക്കളെ അടക്കം ഇറക്കിക്കൊണ്ട് BJP ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസും നേരത്തെ തന്നെ ഈ 48ഓളം സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ ഈ തീയതിയൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ മുഴുവൻ സീറ്റിലേക്കും 70 സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. BJP 29 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അത്തരത്തിലാണ് ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. എന്തായാലും ദില്ലി വോട്ടെണ്ണൽ നടക്കുന്നത് 8-നും വോട്ടെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി 5-നുമാണ്. ഇതിപ്പോൾ ഏറ്റവും പ്രചരണ ചൂടൊക്കെ ഇനി കടുപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇനി മുന്നോട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും ആം ആദ്മി പാർട്ടിക്ക് വലിയ വിജയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 62 സീറ്റ് നേടിക്കൊണ്ടാണ് ഭരണത്തിൽ വന്നത് ആം ആദ്മി പാർട്ടി. വെറും 8 സീറ്റ് മാത്രമാണ് അന്ന് BJP നേടിയിരുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ ഇനി പ്രചരണം ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് പാർട്ടികളുടെ തീരുമാനം. നന്ദു, സ്വാതി സൂചിപ്പിച്ചതുപോലെ 1.55 കോടി വോട്ടർമാരാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുക. ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിക്കുകയും ചെയ്തു. സ്വാതി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെ ചില സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ BJP എല്ലാ തരത്തിലും ആം ആദ്മി നേതാക്കളെ അടക്കം അടിച്ചമർത്തുന്ന തരത്തിലുള്ളൊരു സമീപനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി തിരികെ എത്തും അല്ലെങ്കിൽ ഭരണത്തിലേറുമെന്ന വലിയൊരു ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്കുണ്ട് എന്നുള്ളതും പ്രകടമല്ലേ? തീർച്ചയായും നന്ദു സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഇപ്പോൾ എല്ലാ പാർട്ടികളും, അതായത് ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം പ്രചരണം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പോൾ തീയതി പ്രഖ്യാപനം വന്നു എന്ന് മാത്രമാണ്. ഈ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 2014-ലും അതോടൊപ്പം 2020-ലും തുടർച്ചയായി അധികാരത്തിൽ വരികയും മൂന്നാമതും ഒരു ഭരണ നേട്ടം പ്രതീക്ഷ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ട്. 2014-ൽ 67 സീറ്റായിരുന്നു ആം ആദ്മി പാർട്ടി നേടിയത്. എന്നാൽ 2020-ൽ 62 സീറ്റ് നേടുകയും ചെയ്തു. എന്തായാലും മൂന്നാമതും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ കെജ്രിവാളിന്റെ അറസ്റ്റ്, അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് സംഭവ വികാസങ്ങൾ, വീണ്ടും കെജ്രിവാൾ പുറത്തേക്ക് വന്നതൊക്കെയും വലിയ ഒരു നേട്ടമായി. സ്വാതി, ദയവായി തുടരുക. ഇപ്പോൾ ദില്ലി വോട്ടെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.